പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ 26-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈജ്ഞാനികാശ്ച കപില കണാദ ശുശ്രുതസ്തത. കണാദനെ കുറിച്ച് നാം ഇന്നലെ ചർച്ച ചെയ്തു. ഇന്ന് ശുശ്രുതൻ. കേരളത്തിൽ ജനിച്ച് കാശിയിൽ പഠിച്ച് ലോകമെമ്പാടും പ്രസിദ്ധി നേടിയ പ്രസിദ്ധ വൈദ്യശ്രേഷ്ഠനായിരുന്നു സുശ്രുതൻ. സുശ്രുതൻ എന്നാൽ കേൾവി കേട്ടയാൾ എന്നാണ് അർത്ഥം. കാശിയിലെ രാജാവ് ദിവോദാസ് ധന്വന്തരിയുടെ ശിഷ്യനായിരുന്നു സുശ്രുതൻ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഇന്നേക്ക് 3500 വർഷം മുമ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രമുഖ കൃതിയാണ് സുശ്രുത സംഹിത. ലോകത്തെ ആദ്യ ശസ്ത്രക്രിയാ വിദഗ്ധൻ ആയിരുന്നു സുശ്രുതൻ. അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയാ ഉപകരണം, രീതി, വർണ്ണന, തുടർ ചികിത്സ എന്നിവ ഇന്ന് തുടർന്നു വരുന്ന ശസ്ത്രക്രിയാ രീതിയോട് അത്ഭുതാവഹമായ അടുപ്പം ഉള്ളതായിട്ട് ആധുനിക ശാസ്ത്രം തന്നെ വിലയിരുത്തുന്നു. സുശ്രുത സംഹിതയിൽ 184 അധ്യായവും 8 ഭാഗങ്ങളുണ്ട്. ശല്യതന്ത്രം, അതായത് ശസ്ത്രക്രിയ. ശലാക്യതന്ത്രം, നേത്ര, ചെവി, തൊണ്ട ചികിത്സ. കൗമാരഭൂതവിദ്യ, ഭ്രാന്തിൻ്റെയും മനോരോഗങ്ങളുടെയും ചികിത്സ. അഗതതന്ത്രം, വിഷചികിത്സ. രസായനതന്ത്രം, പ്രായാധിക്യം, ക്ഷീണം എന്നിവയുടെ ചികിത്സ. വാചീകരണതന്ത്രം, വീര്യവർദ്ധനവ് എന്നീ ഭാഗങ്ങളിൽ 1120 രോഗങ്ങൾ, 700 മരുന്നു ചെടികൾ, 57 തരം മരുന്നുകൂട്ടുകൾ, 64 രാസക്കൂട്ടുകൾ എന്നിവയെ വർണ്ണിച്ചിരിക്കുന്നു. മുറിഞ്ഞ മൂക്കും ചുണ്ടും ചർമാരോപണം വഴി ശരിയാക്കാനുള്ള വിധി അദ്ദേഹം കണ്ടുപിടിച്ചിരുന്നു. ആദ്യത്തെ പ്ലാസ്റ്റിക് സർജനായിരുന്നു അദ്ദേഹം. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കുഷ്ഠം, മൂത്രക്കല്ല്, ഞരമ്പ് രോഗങ്ങൾ, വയറ്റിലെ പുണ്ണ്, ദന്തചികിത്സ, ശരീരത്തിനുള്ളിലെ മുഴ നീക്കൽ, വീക്കങ്ങൾ കീറുന്ന വിധം, രക്തസ്രാവം തടയൽ, തുന്നിക്കെട്ടൽ, എല്ല് ചികിത്സ, തിമിര ശസ്ത്രക്രിയ എന്നിങ്ങനെയുള്ള നിരവധി ചികിത്സാവിധികൾ കൊണ്ട് അദ്ദേഹം ആയുർവേദത്തിനും തറക്കല്ലിട്ടു. ഇന്നും ഈ വിധികളെല്ലാം തന്നെ പ്രയോഗത്തിലുണ്ട്. ദുഷ്ടവ്രണം, ശുദ്ധവ്രണം, രുദ്യമാന വ്രണം, രുതവ്രണം എന്നിങ്ങനെ ഉള്ളിലെയും പുറത്തെയും വ്രണങ്ങൾ ശരിയാക്കുന്ന രീതി അദ്ദേഹം വർണ്ണിക്കുന്നു. ഛേദനം, ഭേദനം, ലേഖനം, വ്യാധനം, ഏശനം എന്നിങ്ങനെ നിരവധി ക്രിയകൾ ശരീരം കീറുന്നതിനു വേണ്ടി വർണ്ണിക്കുന്നു. ശസ്ത്രക്രിയയുടെ തുടർ വ്യായാമ പദ്ധതിയും ഒടിവിന് അതും വർണ്ണിക്കപ്പെടുന്നുണ്ട്. പഠനത്തിനായി ശവഛേദനം, മൃഗഛേദനം എന്നിവയ്ക്ക് പുറമെ പച്ചക്കറി, തോൽസഞ്ചി എന്നിവ മുറിച്ചു പഠിക്കാനും പറഞ്ഞിരുന്നു. തുളക്കൽ ചത്ത മൃഗങ്ങളിൽ പഠിക്കണമെന്നും പറയുന്നുണ്ട്. ധൂമം, സൂര്യപ്രകാശം എന്നിവയാൽ കൃമിബാധ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിരുന്നു, അതായത് അണുബാധ. സമ്മോഹിനി, ബോധം കെടുത്തുന്ന വാതകം, അതിനെക്കുറിച്ചും സുശ്രുത സംഹിതയിൽ പരാമർശിച്ചിരിക്കുന്നു. 2600 വർഷം മുമ്പ് ചരക സംഹിത നാഗാർജുനൻ പരിഷ്കരിച്ച് എഴുതി. ദൽഹണന്റെ നിർബന്ധ സംഗ്രഹവും ഭാനുമതിയും ചരക സംഹിതയുടെ വ്യാഖ്യാനങ്ങളാണ്. 8-ാം നൂറ്റാണ്ടിൽ അറബി വിവർത്തനം കിതാബ് എ സുശ്രുത എന്ന പേരിൽ എഴുതി പ്രചരിപ്പിക്കപ്പെട്ടു. 15-ാം നൂറ്റാണ്ടിൽ ഈ ഗ്രന്ഥം ഇറ്റലിയിലെത്തി. നവോത്ഥാന കാലത്തെ വൈദ്യശാസ്ത്ര പുരോഗതിക്ക് അത് ആക്കം കൂട്ടി. 19-ാം നൂറ്റാണ്ട് മുതൽ ഇംഗ്ലീഷിലും പതിപ്പുകളിൽ ഇറങ്ങി. അക്കാലം വരെ അവിടെ ശസ്ത്രക്രിയ ചെയ്തിരുന്നത് തലക്കടിച്ച് ബോധം കെടുത്തിയ ശേഷം ചുരകനെ കൊണ്ട് ശരീരം കീറി മുറിച്ചായിരുന്നു. 1000 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ സുശ്രുതന് നാഡീവ്യവസ്ഥ, രക്തധമനികൾ, കുത്തിവയ്പ് എന്നിവ പരിചിതമായിരുന്നു. ഭാരതീയ ചികിത്സാശാസ്ത്രത്തിൻ്റെ അഗ്രഗണ്യനായ ഭിക്ഷഗ്വരനായിരുന്നു സുശ്രുതൻ. വൈദ്യൻ വെള്ളവസ്ത്രം ധരിക്കണം, മൃദുവായി പെരുമാറണം, ശരീരവും വൈദ്യശാലയും ഉപകരണങ്ങളും ശുചിയായി സൂക്ഷിക്കണം, രോഗിയുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കണം, മാനസിക ശുദ്ധിയുള്ള ആളായിരിക്കണം എന്നീ കാര്യങ്ങൾ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. വൈദ്യശാസ്ത്രത്തിൻ്റെ സർവ്വമേഖലകളിലും അദ്ദേഹം നിപുണനായിരുന്നു. മന്ത്രവിദ്യയും അദ്ദേഹം പ്രയോഗിച്ചിരുന്നു. സജ്ജനങ്ങളെ,
ആധുനിക വൈദ്യശാസ്ത്രം ഈ പറയുന്ന കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വളരെയേറെ വികസിച്ച ഒരു വൈദ്യശാസ്ത്രം ഭാരതത്തിൽ ഉണ്ടായിരുന്നു. അതാണ് സുശ്രുതൻ്റെ സംഹിത. എങ്ങനെയെല്ലാം ആധുനിക ശാസ്ത്രം ഏതെല്ലാം പരീക്ഷണങ്ങൾ ഇന്ന് നടത്തുന്നുവോ, ഇന്ന് കാണുന്ന ആധുനിക ഉപകരണങ്ങളൊന്നുമില്ലാതെ തന്നെ അന്ന് ഈ കർമ്മങ്ങളെല്ലാം ഒരു പരിധിവരെ ചെയ്യുവാൻ ഭാരതത്തിലെ ആയുർവേദത്തിന് കഴിഞ്ഞിരുന്നു എന്ന് മനസ്സിലാക്കുക. സായിപ്പിൻ്റെ ഭരണത്തോടുകൂടി, അവൻ നൽകിയ വിദ്യാഭ്യാസത്തോടുകൂടി നമ്മളിൽ വന്ന മാനസിക പരിവർത്തനമാണ് ഇന്ത്യക്ക് ഇതൊന്നും ഇല്ലായിരുന്നു, നിങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ പുതിയ വിദ്യാഭ്യാസത്തിലൂടെ വളർന്നു വന്ന കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ജർമ്മനി അടക്കമുള്ള ലോകരാജ്യങ്ങൾക്ക് ചരകനും സുശ്രുതനുമെല്ലാം പഠന വിഷയമാണ്. അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളെ അവർ സമഗ്രമായി പഠിക്കുന്നു. അത് പലതും ശരിയാണെന്നും അതെല്ലാം വിജയിപ്പിച്ചെടുക്കുവാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ദേശീയ വിദ്യാഭ്യാസ നയമൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ മഹാത്മാക്കളെ നമ്മുടെ മക്കൾ നന്നേ ചെറുപ്പത്തിലേ പഠിച്ചു തുടങ്ങുമെന്നൊക്കെ പ്രത്യാശിക്കാം. മഹാവൈദ്യനായ സുശ്രുതനെ ഏകാത്മതാ സ്വത്വത്തിലൂടെ നമുക്ക് നമസ്കരിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.